ആൻസ് അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെറ്റ് അതുപോലെ LP, UP, HSA മുതലായ പരീക്ഷകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വരുന്ന ടെറ്റ് അതുപോലെ LP, UP പരീക്ഷകൾക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരവും അതിൽ ഓരോ ഓപ്ഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അപ്പം ഒരു ചോദ്യം പഠിക്കുന്നതൊപ്പം തന്നെ പല ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ആദ്യമേ ഓരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. അതിന്റെ ഓപ്ഷൻസ് ഉത്തർപ്രദേശ്, ഡൽഹി, കർണാടകം, പശ്ചിമ ബംഗാൾ. നമുക്കറിയാം ഇന്ത്യയിൽ നല്ലൊരു ശതമാനം പ്രദേശവും ഫോറസ്റ്റ് ഏരിയ ആണ്. അതിൽ ചില ഫോറസ്റ്റ് ഏരിയ നാഷണൽ റിസർവ് ആയിട്ട് അല്ലെങ്കിൽ നാഷണൽ പാർക്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിലും മിക്ക സംസ്ഥാനങ്ങളിലും തന്നെ നാഷണൽ പാർക്സ് ഉണ്ട്. നമുക്ക് നോക്കാം ഉത്തർപ്രദേശിൽ പ്രധാനപ്പെട്ട നാഷണൽ പാർക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. UPയിൽ ദുധ്വ നാഷണൽ പാർക്ക്, അതുപോലെ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്, അതുപോലെ നന്ദദേവി നാഷണൽ പാർക്ക്, രാജാജി നാഷണൽ പാർക്ക്. ഇങ്ങനെ നാലെണ്ണമല്ല, അതിലുപരി ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട 4 നാഷണൽ പാർക്സ് ഇതൊക്കെയാണ് ഉത്തർപ്രദേശിലെ. അടുത്തത് ഡൽഹിയാണ്. ഡൽഹി നമുക്കറിയാം ഇന്ത്യയുടെ തലസ്ഥാന നഗരമാണ്. അപ്പം ഡൽഹി ഒരു ചെറിയ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഫോറസ്റ്റ് റീജിയൻ ഒന്നുമില്ല. എന്നാലും ഒരു ചെറിയ ഏരിയ അതിനെ നാഷണൽ റിസർവ് ആയിട്ട് അല്ലെങ്കിൽ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൗസ് ഖാസ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അടുത്തത് കർണാടകമാണ്. നമുക്കറിയാം കേരളത്തിന്റെ അയൽ സംസ്ഥാനം, ഒരുപാട് ഫോറസ്റ്റ് റീജിയൻ ഉള്ള ഒരു സംസ്ഥാനമാണ് കർണാടകവും. കർണാടകത്തിലും പ്രധാനപ്പെട്ട ചില നാഷണൽ പാർക്സ് ഉണ്ട്. അതിൽ നഗർഹോൾ ടൈഗർ റിസർവ് ആണ് നഗർഹോൾ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്ന് ബന്ദിപ്പൂർ നാഷണൽ പാർക്കാണ്. അതുപോലെ മധുമലൈ ടൈഗർ റിസർവ്, മധുമലയും ഒരു ടൈഗർ റിസർവ് ആണ്. പിന്നെ ബെന്നാർഘട്ട നാഷണൽ പാർക്ക്. അപ്പം നഗർഹോൾ, ബന്ദിപ്പൂർ, മധുമലൈ, ബെന്നാർഘട്ട എല്ലാം പ്രധാനപ്പെട്ട നാഷണൽ പാർക്സ് ആണ്. കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട നാഷണൽ പാർക്സ് ആണ്. അടുത്തത് പശ്ചിമ ബംഗാളാണ്. നമുക്കറിയാം സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. സുന്ദർബൻസ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്സിൽ ഒന്നാണ് സുന്ദർബൻസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇത് ഒരു ടൈഗർ റിസർവ് ആണ്. അതുപോലെ തന്നെ ഒരു ബയോസ്ഫിയർ റിസർവ് കൂടിയാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ് സുന്ദർബൻ നാഷണൽ പാർക്ക്. അതുപോലെ തന്നെ ഒരു റാംസർ സൈറ്റ് കൂടിയാണ് സുന്ദർബൻസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2018 ഹോക്കി ലോകകപ്പിന് വേദിയായ രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നെതർലൻഡ്, ഇംഗ്ലണ്ട്, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയാണ്. ഓക്കെ, നമുക്ക് അറിയാം 2018 നടന്ന ഹോക്കി വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, 2018 അതുപോലെ തന്നെ 2023 കഴിഞ്ഞ വർഷം നടന്ന ഹോക്കി വേൾഡ് കപ്പും ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. അതിനകത്ത് ഇന്ത്യയിൽ 2018 വെച്ച് നടന്ന ലോകകപ്പ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് നടന്നത്. വേൾഡ് കപ്പിൽ ബെൽജിയം ആയിരുന്നു വിജയിച്ചത്. ജേതാക്കളായത് ബെൽജിയമാണ്. അത് നമുക്കറിയാം 1971 ഹോക്കി വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വർഷം ഇന്ത്യ 3ാം സ്ഥാനത്തായിരുന്നു. ഇന്ത്യ ആദ്യമായിട്ട് ഹോക്കി വേൾഡ് കപ്പ് നേടുന്നത് 1975 1975 ഹോക്കി വേൾഡ് കപ്പ് ഇന്ത്യയാണ് ജേതാക്കളായത്. അതുപോലെ 1973 ഇന്ത്യ റണ്ണറപ്പ് ആയിട്ടുണ്ട്. അതുപോലെ 2018 നടന്ന വേൾഡ് കപ്പിൽ ഇന്ത്യ 6ാം സ്ഥാനത്തായിരുന്നു. അതായത് 2018 ഇന്ത്യയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം 6ാം സ്ഥാനമായിരുന്നു. അപ്പം ഇത്രയും കാലങ്ങളായി 1971 മുതൽ തുടങ്ങിയ ഹോക്കി വേൾഡ് കപ്പിൽ ഇന്ത്യ ഒരു പ്രാവശ്യമാണ് ജേതാക്കളായിട്ടുള്ളത്. 1975 തുടങ്ങിയ വർഷം, അതായത് 1971 ഇന്ത്യ 3ാം സ്ഥാനത്തായിരുന്നു. അതുപോലെ 1973 ഇന്ത്യ റണ്ണറപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്ത്യയുടെ ഹോക്കി വേൾഡ് കപ്പിൽ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി വരുന്ന വേൾഡ് കപ്പ്, അതായത് 2026 അത് ബെൽജിയത്തിലും അതുപോലെ നെതർലാൻഡ്സിലുമായിട്ടാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. ഓക്കെ, നമുക്ക് അപ്പം 2018 ഹോക്കി ലോകകപ്പിന് വേദിയായ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഓക്കെ, അപ്പം 2023 വേൾഡ് കപ്പിന് വേദിയായ രാജ്യം എന്ന് പറയുന്നതും ഇന്ത്യ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതല്ല. മാർഗരറ്റ് താച്ചർ, ഡോക്ടർ APJ അബ്ദുൽ കലാം, ബരാക് ഒബാമ, ആർ വെങ്കട്ടരാമൻ. നമുക്കറിയാം വിങ്സ് ഓഫ് ഫയർ ഇന്ത്യയിലെ ഏതൊരു കൊച്ചിനോട് വരെ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഉത്തരമാണ്, അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ഉത്തരമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേരാണ് വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം മറ്റുള്ളവരുടെയും പ്രധാനപ്പെട്ട കൃതികൾ അല്ലെങ്കിൽ അവരുടെ ആത്മകഥകൾ പേരെന്തായിരുന്നു എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ, മാർഗരറ്റ് താച്ചർ നമുക്കറിയാം മുൻ UK പ്രൈം മിനിസ്റ്ററാണ് മാർഗരറ്റ് താച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, മാർഗരറ്റ് താച്ചറിന്റെ ഓർമ്മക്കുറിപ്പുകൾ
അതിൻ്റെ പേര് ദ ഡൗണിങ് സ്ട്രീറ്റ് ഇയേഴ്സ് എന്നാണ്. 1993 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ദ ഡൗണിങ് സ്ട്രീറ്റ് ഇയേഴ്സ് എന്നാണ് മാർഗരറ്റ് താച്ചറിന്റെ ആത്മകഥയിൽ എന്നതിലുപരി അവരുടെ ഓർമ്മക്കുറിപ്പുകൾ ആയിട്ടാണ് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ബരാക് ഒബാമയാണ്. അദ്ദേഹത്തിന്റെ നമുക്കറിയാം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. എ പ്രോമിസ്ഡ് ലാൻഡ് എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. 2020 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അമേരിക്കയുടെ 44ാമത്തെ പ്രസിഡന്റ് ആണ് ബരാക് ഒബാമ. അപ്പം അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് എ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്നത്. 2020 ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ അടുത്തത് ആർ വെങ്കിട്ടരാമനാണ്. നമുക്കറിയാം ഇന്ത്യയുടെ 8ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ആർ വെങ്കിട്ടരാമൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല മേഖലകളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. മുൻ പ്രസിഡന്റ് ആയിരുന്നു, അതിലുപരി മന്ത്രിയായിട്ടും ഒക്കെ, കേന്ദ്രമന്ത്രിയായിട്ടും ഒക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്ന് പറയുന്നത് മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്നതാണ്. 1994 പ്രസിദ്ധീകരിച്ചത്. മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്നുള്ളതാണ് ആർ വെങ്കിട്ടരാമന്റെ ആത്മകഥയുടെ പേര്. ഓക്കെ, അപ്പം വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥ ഞാൻ പറഞ്ഞു, ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. നമുക്കറിയാം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ മുൻ രാഷ്ട്രപതിയാണ്. മിസൈൽ ടെക്നോളജിക്ക് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിക്കൊടുത്ത വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. 1999 ഇത് പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹവും അതുപോലെ തന്നെ അരുൺ തിവാരിയും ചേർന്നിട്ടാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പം അബ്ദുൽ കലാമും അരുൺ തിവാരിയും കൂടി ചേർന്നിട്ടാണ് വിങ്സ് ഓഫ് ഫയർ എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. പക്ഷേ അത് ഏകദേശം 14ഓളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ ഭാഷകളിലേക്കും ഇത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ചൈന, ഫ്രഞ്ച് മുതലായ ഭാഷകളിലേക്കാണ്. അപ്പം മൊത്തത്തിൽ ഏകദേശം 14 ഭാഷകളിലേക്ക് APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയായ വിങ്സ് ഓഫ് ഫയർ, അഥവാ മലയാളത്തിൽ നമുക്കറിയാം അഗ്നിച്ചിറകുകൾ എന്നാണ് അതിന്റെ പേര്. അപ്പം ഈ ബുക്ക് 14ഓളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥയും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ അരി, ഗോതമ്പ് എന്നിവ ദരിദ്ര കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ഓരോ വർഷങ്ങളിലും ഒരുപാട് പദ്ധതികൾ പല മേഖലകളിലായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് അരിയും ഗോതമ്പും ചെറിയ വിലയ്ക്ക് ദരിദ്ര കുടുംബങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതി എന്ന് പറയുന്നത്. അതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അന്ത്യോദയ അന്ന യോജന, ജവഹർ റോസ്ഗാർ യോജന, സമഗ്ര ആവാസ് യോജന, ഗ്രാമസ്വ റോസ്ഗാർ യോജന എന്നിവയാണ് ഓപ്ഷൻസ്. ഓക്കെ, നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ തന്നെ അന്ത്യോദയ അന്ന യോജനയാണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 25 ഡിസംബർ 25 ഇന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്. BPL കുടുംബങ്ങളിലെ, അതായത് ബിലോ പോവർട്ടി ലൈനിലുള്ള പാവപ്പെട്ട കുടുംബങ്ങളിൽ ഉള്ളവർക്ക് വേണ്ടി ചുരുങ്ങിയ ചെലവിൽ, നമുക്കറിയാം ഇന്നും തുടർന്നു പോരുന്ന ഒരു പദ്ധതിയാണിത്. അരിയും ഗോതമ്പും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിസ്സാര പൈസയ്ക്ക് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി, അതിനാണ് അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മറ്റ് 3 പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്ന 1989 രാജീവ് ഗാന്ധി നടപ്പിലാക്കിയ ഒരു എംപ്ലോയ്മെന്റ് പ്രോഗ്രാമാണ് ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. ഏപ്രിൽ 1, 1989 രാജീവ് ഗാന്ധി നടപ്പിലാക്കിയ ഒരു എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, തൊഴിൽ മേഖലയിൽ നടത്തിയ ഒരു പ്രോഗ്രാമാണ്, ഒരു പദ്ധതിയാണ് ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. അടുത്തത് സമഗ്ര ആവാസ് യോജന എന്ന് പറയുന്നത് 1999 അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റ് തന്നെ നടപ്പിലാക്കിയ മറ്റൊരു പദ്ധതിയാണ്. അതായത് വാസസ്ഥലമില്ലാത്ത, അതായത് പാവപ്പെട്ട ജനങ്ങൾക്ക് വീടുകളില്ലാത്ത അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളില്ലാത്ത ജനങ്ങൾക്ക് അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സമഗ്ര ആവാസ് യോജന. ഈ പദ്ധതിയുടെ കീഴിൽ വീട് ഇല്ലാത്തവർക്ക് വീട്, അതുപോലെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ലാത്തവർക്ക് അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സമഗ്ര ആവാസ് യോജന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതേ വർഷം നടപ്പിലാക്കിയ മറ്റൊരു പദ്ധതിയാണ് ഗ്രാമസ്വ റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. അതായത് BPL കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് തൊഴിൽ മേഖലയിൽ തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഗ്രാമസ്വ റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ 4 പദ്ധതികളാണ് നമ്മൾ ഓപ്ഷൻസ് ആയിട്ട് കണ്ടത്. അതിൽ അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ളതും, അതുപോലെ ജവഹർ റോസ്ഗാർ യോജന എന്നത് രാജീവ് ഗാന്ധി 1989 നടപ്പാക്കിയ ഒരു എംപ്ലോയ്മെന്റ് സ്കീമാണ്. അതുപോലെ സമഗ്ര ആവാസ് യോജന എന്ന് പറയുന്നത് ജനങ്ങളുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു പ്രോഗ്രാം. അതുപോലെ ഗ്രാമസ്വ റോസ്ഗാർ യോജന എന്ന് പറയുന്നത് 99
പാവപ്പെട്ട ജനങ്ങൾക്ക്, അതായത് റൂറൽ ഏരിയയിലുള്ളവർക്ക് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു സ്കീമാണ്. ഓക്കെ, അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ജില്ല ഏതാണെന്ന് ആണ് ചോദ്യം. ആലപ്പുഴ, കണ്ണൂർ, വയനാട്, കൊല്ലം എന്നിവയാണ് ഓപ്ഷൻസ്. ഓക്കെ, നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഏകദേശം 755 ഹെക്ടർ ആണ് കണ്ടൽ കാടുകളുടെ വിസ്തൃതി കണ്ണൂർ ജില്ലയിൽ. ഓക്കെ, അതിന് അടുത്തതായിട്ട് ആലപ്പുഴയിൽ ഏകദേശം 90 ഹെക്ടറോളം കണ്ടൽ കാടുകളുണ്ട്. അതുപോലെ വയനാടും ചെറിയ അളവിൽ കണ്ടൽ കാടുകളുണ്ട്. കൊല്ലത്ത് ഏകദേശം 58 ഹെക്ടറോളമാണ് കണ്ടൽ കാടുകളുടെ വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കേരളത്തിലുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ കണ്ടൽ പൊക്കുടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായിട്ട് ഒരുപാട് പ്രയത്നിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തെ കണ്ടൽ പൊക്കുടൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന്റെ മികവുകൊണ്ടാണ് ഫലമായിട്ടാണ് കണ്ണൂർ ജില്ലയിലെ ഇത്രയും കണ്ടൽ കാടുകൾ ഇന്നും നിലനിൽക്കുന്നത്. ഏകദേശം 755 ഹെക്ടർ സ്ഥലത്താണ് കണ്ണൂർ ജില്ലയിൽ കണ്ടൽ കാടുകൾ ഉള്ളത്. ഓക്കെ, അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പെരിയാറിന്റെ പ്രധാന പോഷക നദി ഏതാണ് എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെരിയാറിന്റെ പ്രധാന പോഷക നദി ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. മഞ്ചേശ്വരം പുഴ, ചാലിപ്പുഴ, മുതിരപ്പുഴ, കാഞ്ഞിരപ്പുഴ. അപ്പം ഈ 4 പുഴകൾ നമുക്കറിയാം കേരളത്തിൽ ഏകദേശം 44ഓളം പ്രധാനപ്പെട്ട നദികളുണ്ട്. അതിലുപരി ഒരുപാട് ചെറു നദികളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നീളം കൂടിയ ഒരു നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദി ഇതിലേതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം ഓരോന്നും. മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഒരു പുഴയാണ് മഞ്ചേശ്വരം പുഴ. ഏകദേശം 16 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അല്ലെങ്കിൽ പുഴ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. അപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഞ്ചേശ്വരം പുഴ ആണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് ഇത് ഒഴുകുന്നത്. അതുപോലെ തന്നെ ഇതിനെ തലപ്പാടി പുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ചാലിപ്പുഴയാണ്, അഥവാ ചാലിയാർ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ നദികളിൽ 4ാം സ്ഥാനത്തുള്ളതാണ് ചാലിയാർ അഥവാ ചാലിപ്പുഴ എന്ന് പറയുന്നത്. ഏകദേശം 169 കിലോമീറ്റർ ആണ് ചാലിപ്പുഴയുടെ നീളം എന്ന് പറയുന്നത്. അടുത്തത് മുതിരപ്പുഴയാണ്. നമുക്കറിയാം പെരിയാറിന്റെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് മുതിരപ്പുഴ എന്ന് പറയുന്നത്. ഏകദേശം ഓക്കെ, പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്. അതുപോലെ മുതിരപ്പുഴയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നാറിലൂടെ ഒഴുകുന്ന ഒരു പുഴ കൂടിയാണ് മുതിരപ്പുഴ എന്ന് പറയുന്നത്. നമുക്കറിയാം മൂന്നാർ എന്ന ആ സ്ഥലപ്പേര് വരാൻ തന്നെ കാരണം 3 ആറുകൾ ഒഴുകുന്ന സ്ഥലം എന്നാണ് മൂന്നാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട ആറ് മുതിരപ്പുഴയാണ്. അതുപോലെ രണ്ടാമത്തത് എന്ന് പറയുന്നത് നല്ലത്താണി, അതുപോലെ കണ്ടല. അപ്പം മുതിരപ്പുഴ, നല്ലത്താണി, കണ്ടല എന്നീ 3 ആറുകൾ, 3 പുഴകൾ ഒഴുകുന്നതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മൂന്നാർ എന്ന പേര് വന്നത്. ഓക്കെ, അപ്പം മുതിരപ്പുഴ പെരിയാറിന്റെ ഒരു പ്രധാന പോഷക നദിയാണ്. അതിന്റെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കാഞ്ഞിരപ്പുഴയാണ്. ചാലിയാറിന്റെ ഒരു പോഷക നദിയാണ് കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്നത്. ഓക്കെ, മലപ്പുറം ജില്ലയിലൂടെയാണ് കാഞ്ഞിരപ്പുഴ ഒഴുകുന്നത്. അപ്പം പെരിയാറിന്റെ പ്രധാന പോഷക നദി ഏതാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം മുതിരപ്പുഴയാണ് ഉത്തരം. മൂന്നാറിലൂടെ ഒഴുകുന്ന മുതിരപ്പുഴയാണ് ഈ ഓപ്ഷൻസിൽ പെരിയാറിന്റെ പ്രധാന പോഷക നദി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ 68% പ്രദേശത്തും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം സ്കൂളുകളിൽ നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ് സോയിൽ, ടൈപ്സ് ഓഫ് സോയിൽ, ഏതൊക്കെ തരത്തിലുള്ള മണ്ണുകളാണുള്ളത് എന്ന്. അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏകദേശം 68% പ്രദേശം, കേരളത്തിന്റെ ഏകദേശം 68%വും ഈ ഒരു മണ്ണാണ് കാണപ്പെടുന്നത്. അപ്പം അത് ഏത് മണ്ണാണ് എന്നാണ് ചോദ്യം. കളിമണ്ണ്, ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ആദ്യമേ നോക്കാം. കളിമണ്ണ് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കളിമണ്ണ് എന്ന് പറയുന്നത്. നമുക്കറിയാം ക്ലേ സോയിൽ, ഇതിന് പ്രത്യേകതയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ചെമ്മണ്ണ് എന്ന് പറയുന്നത് ചുമന്ന കളറിലുള്ള മണ്ണാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ചെമ്മണ്ണ്. അതായത് ചെമ്മണ്ണ് കൂടുതലും കന്യാകുമാരി ജില്ലയിലും അല്ലെങ്കിൽ തമിഴ്നാട് ഏരിയയിലാണ് ചെമ്മണ്ണ് കൂടുതലും കാണപ്പെടുന്നത്. അപ്പോൾ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലും ചെമ്മണ്ണ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ചെമ്മണ്ണ് കൂടുതലും കാണപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ കറുത്ത മണ്ണ്, നമുക്കറിയാം കറുത്ത മണ്ണ് എന്ന് പറയുന്നത് കോട്ടൺ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പം കേരളത്തിലെ ഇടനാട് കാണപ്പെടുന്ന, ഇടനാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിന്റെ ജോഗ്രഫി 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മലനാട്, ഇടനാട്, അതുപോലെ തീരപ്രദേശം. അപ്പം മലമ്പ്രദേശം, അതുപോലെ തീരപ്രദേശം, ഇതിന് രണ്ടിനും ഇടയിൽ കിടക്കുന്ന പ്രദേശത്തെയാണ് ഇടനാട് എന്ന് പറയുന്നത്. ഈ ഇടനാടിൽ കാണപ്പെടുന്ന മണ്ണ് ചെങ്കൽ മണ്ണാണ്. നമുക്കറിയാം ചെങ്കൽ, നമ്മൾ വീട് പണിയാനൊക്കെ ആയിട്ട് ചെങ്കല്ല് കൊത്തിയെടുക്കുന്ന അതിനോട് അത് ഉണ്ടാകുന്ന മണ്ണ്, ചെങ്കല്ല് ഉണ്ടാകുന്ന മണ്ണ്, അതിനാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സോയിലാണ് അല്ലെങ്കിൽ മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. ഏകദേശം 68% ആണ് കേരളത്തിലെ ഏകദേശം 68% പ്രദേശത്തും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. അപ്പം
ലാറ്ററൈറ്റ് സോയിലാണ് ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ് എന്നാണ് ചോദ്യം. ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, പഴശ്ശിയുടെ കലാപങ്ങൾ, കുറിച്യരുടെ കലാപം. ഓക്കെ, നമുക്കറിയാം ഈ കലാപങ്ങളെല്ലാം തന്നെ കേരളത്തിലെ ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളാണ്. ഈ ചോദ്യം, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യകാലങ്ങളിൽ നടന്ന കലാപങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെ കലാപങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെയായിരുന്നു അതിന്റെ നേതാക്കന്മാർ, എന്തുകൊണ്ടാണ് ആ കലാപങ്ങളെല്ലാം ഉണ്ടായത്, എവിടെ വെച്ചാണ് ഇത് ഉണ്ടായത് മുതലായ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ കേരളത്തിലെ ആദ്യകാല കലാപങ്ങളെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഓരോ ഓപ്ഷൻസ് നോക്കാം. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് ഓഫീസർമാരുടെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതായത് ജനങ്ങളെ, അവർ വൈറ്റ്സ് ആണ്, അവർ ഇന്ത്യൻസ്, ബ്ലാക്ക്സ്, ആ ഒരു കൺസിഡറേഷൻ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉണ്ടായിരുന്ന ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഒരു കളറിന്റെ ബേസിലുള്ള ഒരു തരംതിരിവാണ് ഈ ഒരു കലാപത്തിന് പ്രധാനമായിട്ടും വഴിവെച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജനങ്ങൾ, അതുപോലെ അവരുടെ പെരുമാറ്റം, ഇന്ത്യക്കാരോടുള്ള പെരുമാറ്റം, സമീപനം, അവരുടെ ഭരണരീതികളൊന്നും ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിൽ വെച്ച് 1721 ജനങ്ങൾ സംഘടിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പ്രക്ഷോഭം തുടങ്ങിയാണ്. അതിനാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. അടുത്തത് അഞ്ചുതെങ്ങ് കലാപമാണ്. നമുക്ക് നോക്കാം, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഞ്ചുതെങ്ങിൽ നമുക്കറിയാം ഒരു ബ്രിട്ടീഷ് ഫാക്ടറി ഉണ്ടായിരുന്നു. അവരുടെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ചെറിയ കോട്ടയുണ്ടായിരുന്നു. അപ്പം റാണി, അവിടുത്തെ ആറ്റിങ്ങൽ റാണി അവിടെ ബ്രിട്ടീഷുകാർക്ക് പെപ്പർ ട്രേഡിന് വേണ്ടിയിട്ടുള്ള മൊണോപ്പൊളി റൈറ്റ്, അവകാശം നൽകിയാണ്. ആറ്റിങ്ങൽ റാണി അവിടുത്തെ അഞ്ചുതെങ്ങിൽ കുരുമുളക് കച്ചവടം ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാരെ അനുവദിക്കുന്നു. അവർക്ക് മൊണോപ്പൊളി റൈറ്റ്, അതായത് അവർക്ക് മാത്രമേ അവിടുന്ന് പെപ്പർ കളക്ട് ചെയ്യാൻ അനുവാദമുള്ളൂ എന്ന രീതിയിൽ അവർക്കൊരു അനുമതി നൽകുന്നു. പക്ഷേ അവരതിനെ മുതലെടുത്തുകൊണ്ട് അതിൻ്റെ വിലയിൽ ചില കൃത്രിമങ്ങളൊക്കെ കാണിച്ചു. അതുവഴി കർഷകർക്ക് തീരെ ചെറിയ വില മാത്രമാണ് കുരുമുളകിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും അവർ ഈ അഞ്ചുതെങ്ങിലുള്ള കോട്ട തകർക്കുകയും ചെയ്തു. പക്ഷേ ബ്രിട്ടീഷുകാർ അവരെ അടിച്ചമർത്തുകയും പിന്നീട് റാണി ഈ കോട്ട പുതുക്കി പണിത് കൊടുക്കേണ്ടി അവസ്ഥ വരികയും ചെയ്തു. അപ്പം ആ ഒരു കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം മലബാർ മേഖലയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട് പോരാടിയ ഒരു വ്യക്തിയാണ് പഴശ്ശി രാജാവ് എന്ന് പറയുന്നത്. അദ്ദേഹം മൈസൂർ രാജാവിനെ തോൽപ്പിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന്റെ പേരിൽ അധികാരം നൽകാമെന്ന് പറഞ്ഞെങ്കിലും അത് കൊടുക്കാതിരിക്കുകയും പിന്നീട് പഴശ്ശിയെ കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം തുടങ്ങുന്നത്. 2 കലാപങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി നടത്തിയിട്ടുള്ളത്. 1793 1800 നമുക്കറിയാം കുറച്ച് നേതാക്കന്മാരുടെ കൂടെയും അതുപോലെ മറ്റ് പോരാളികളുടെ കൂടെയും പഴശ്ശി ഗറില്ല വാർഫെയർ അല്ലെങ്കിൽ ഗറില്ല യുദ്ധ രീതിയാണ്, കാടുകളിൽ ഒളിച്ചിരുന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഒരു രീതിയാണ് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. അപ്പം അത്തരത്തിൽ പഴശ്ശിയുടെ കലാപങ്ങൾ 2 കലാപങ്ങളാണ് ഉണ്ടായിരുന്നത്. 1793 1800 അതിനുശേഷം നമുക്കറിയാം 1805 പഴശ്ശിയെ ചതിച്ച് വകവരുത്തുകയാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ അടുത്ത കലാപം എന്ന് പറയുന്നത് കുറിച്യ കലാപമാണ്. നമുക്കറിയാം വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ട്രൈബൽ അല്ലെങ്കിൽ ഗോത്ര സമൂഹമാണ് കുറിച്യർ എന്ന് പറയുന്നത്. അപ്പം കുറിച്യർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ് പഴശ്ശി. അപ്പോൾ പഴശ്ശിയുടെ മരണശേഷം നമുക്കറിയാം കുറിച്യർ പഴശ്ശിയെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ കുറിച്യരോട് ബ്രിട്ടീഷുകാർക്ക് അതിയായ വിരോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ അടിച്ചമർത്താനും അവർക്കെതിരെ ഒരുപാട് നിയന്ത്രണങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറിച്യർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തുന്നു. 1812 കുറിച്യർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തുന്നത്. ഓക്കെ, അപ്പം ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഏറ്റവും അവസാനത്തത് എന്ന് പറയാവുന്നതാണ് കുറിച്യ കലാപം. ഓക്കെ, അപ്പം ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, പഴശ്ശിയുടെ കലാപം, അതുപോലെ കുറിച്യരുടെ കലാപം, ഈ 4 കലാപങ്ങളിൽ സംഘടിത കലാപം, ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. അപ്പം ആറ്റിങ്ങൽ കലാപമാണ് ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് കാണാം. പാമ്പാടി ജോൺ ജോസഫ്, ഡോക്ടർ വേലുക്കുട്ടി അരിയൻ, ആനന്ദ തീർത്ഥൻ, ചവറ കുര്യാക്കോസ്, എലിയാസ് അച്ഛൻ. ഓക്കെ, നമുക്കറിയാം ഈ 4 പേരും കേരളത്തിലെ നവോത്ഥാന മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ്. കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും മറ്റ് സംവിധാനങ്ങൾക്കെതിരെയൊക്കെ ശബ്ദമുയർത്തിയ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഈ 4 പേരും. ഓക്കെ, അതിനകത്ത് നമുക്ക് ഓരോ വ്യക്തികളെ എടുത്ത് നോക്കാം. അതിനകത്ത് ആദ്യത്തേത് പാമ്പാടി ജോൺ ജോസഫ് ആയിരുന്നു. അദ്ദേഹം ഒരു ദളിത് ആക്ടിവിസ്റ്റ് ആയിരുന്നു. ദളിതർക്ക് വേണ്ടിയിട്ട്, അതായത് താഴ്ന്ന ജാതിയുള്ള ആദിവാസി സമൂഹത്തിൽപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ട്
ശബ്ദമുയർത്തിയ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പാമ്പാടി ജോൺ ജോസഫ് എന്ന് പറയുന്നത്. അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ചേരമാർ മഹാജനസഭ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു വ്യക്തി ഡോക്ടർ വേലുക്കുട്ടി അരയൻ എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ വേലുക്കുട്ടി അരയൻ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് കാണാവുന്നതാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഡോക്ടർ വേലുക്കുട്ടി അരയൻ എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. നമുക്കറിയാം വൈക്കം സത്യാഗ്രഹത്തിന് മുന്നോടിയായിട്ട് സവർണ ജാഥ നടത്തുകയും ഈ സവർണ ജാഥയുടെ ഒരു പ്രധാനപ്പെട്ട ലീഡർ കൂടിയായിരുന്നു ഡോക്ടർ വേലുക്കുട്ടി അരയൻ. അടുത്തത് ആനന്ദതീർത്ഥനാണ്. ആനന്ദതീർത്ഥനും ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. കണ്ണൂർ ജില്ലയിലെ ഒരു തലശ്ശേരിയിലെ ഒരു തുറമുഖ ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹം നിയമിതനാകുന്നത്. അതിനുശേഷം അവിടുത്തെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും മറ്റ് അധകൃതരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ആനന്ദതീർത്ഥൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പയ്യന്നൂര് ശ്രീനാരായണ ഗുരു സ്കൂൾ ആരംഭിച്ചത് ആനന്ദതീർത്ഥനാണ്. ഓക്കെ, അപ്പം കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു ആനന്ദതീർത്ഥൻ എന്ന് പറയുന്നത്. അടുത്തത് ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛനാണ്. ഓക്കെ, നമുക്ക് അറിയാം കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ആദ്യകാലങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയും ഒക്കെ സ്കൂളുകൾ ആരംഭിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് ഉച്ചക്കഞ്ഞി സമ്പ്രദായം ആരംഭിക്കുകയും അതിനു വേണ്ടിയിട്ട് പിടിയരി സമ്പ്രദായം എന്ന രീതിയിൽ ഓരോ വീടുകളിൽ നിന്നും പിടിയരി മാറ്റിവെച്ച് അല്ലെങ്കിൽ അരി ഓരോ പിടി മാറ്റിവെച്ച് അത് സ്കൂളുകൾക്ക് നൽകുകയും അതുകൊണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ചാവറ കുര്യാക്കോസ് എലിയാസ് എന്ന് പറയുന്നത്. അപ്പം കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചതും ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛനാണ്. 1846 മാന്നാനത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ സ്കൂള് ആരംഭിക്കുന്നത്. അതിനുവേണ്ടി ഒരു പ്രധാനപ്പെട്ട സംസ്കൃത അധ്യാപകനെ അദ്ദേഹം കൊണ്ടുവരികയും അവിടെ നിയമിക്കുകയും അങ്ങനെ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി, അന്നത്തെ കാലത്ത് നമുക്കറിയാം സംസ്കൃതം പഠിക്കാനായിട്ട് ബ്രാഹ്മണർക്ക് അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസരത്തിൽ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ടും സംസ്കൃതം പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ആർക്കും സംസ്കൃതം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ സ്ഥാപിച്ച ഒരു വിദ്യാലയമാണ് സംസ്കൃത വിദ്യാലയം. മാന്നാനത്ത് 1846 അദ്ദേഹം ഈ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പം കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛനാണ്. ഓക്കെ, ഇത് അടുത്ത ചോദ്യം നോക്കാം. അവശത അനുഭവിക്കുന്ന തന്റെ വിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ് എന്നാണ് ചോദ്യം. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പൊയ്കേൽ കുമാര ഗുരുദേവൻ, വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, ഈ ചോദ്യം, അതായത് നമ്മൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ച് ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന 4 വ്യക്തികളെക്കുറിച്ച് മാത്രമല്ല എല്ലാ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇവരുടെ 4 പേരുടെയും പ്രവർത്തനങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട സംഘടനകൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കറിയാം ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ്. നമുക്കറിയാം അരുവിപ്പുറം വിപ്ലവം, അതായത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്ന പ്രതിഷ്ഠ നടത്തി. അതായത് അരുവിപ്പുറത്ത് അദ്ദേഹം ഒരു കല്ലെടുത്ത് വെച്ച് ഒരു പ്രതിഷ്ഠയുടെ രീതിയിൽ കല്ലെടുത്ത് വെച്ച് ആരാധന തുടങ്ങുകയും അതുപോലെ തന്നെ ഒരുപാട് അമ്പലങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മുതലായ ഒരുപാട് ആശയങ്ങൾ അദ്ദേഹം കേരളത്തിലെ ജനതയ്ക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സംഭാവനകൾ കേരള സമൂഹത്തിന് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അയ്യങ്കാളിയാണ്. നമുക്കറിയാം കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്കറിയാം ആദ്യകാലങ്ങളിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഒരു വാഹനം സ്വന്തമാക്കാനും നമുക്ക് ഇന്ന് ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു വാഹനം സ്വന്തമാക്കുക. പക്ഷെ ആദ്യത്തെ കാലത്ത് നമുക്കറിയാം കാളവണ്ടി, കുതിരവണ്ടിയൊക്കെയാണ് അന്നത്തെ വാഹനം. പക്ഷെ അന്നത്തെ കാലത്ത് അത് ഉപയോഗിക്കാനായിട്ട് ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സമരർക്ക് മാത്രമേ അധികാരമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെതിരെ കാളവണ്ടി സമരം അല്ലെങ്കിൽ വില്ലുവണ്ടി സമരം നടത്തിയ ഒരു വ്യക്തിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് സാധു ജനപരിപാലന സംഘം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കല്ലുമാല സമരം ആരംഭിച്ചതും അയ്യങ്കാളിയാണ്. അതായത് അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ഒരു പ്രത്യേക തരത്തിൽ മാല ധരിക്കണം എന്ന ഒരു നിയമമുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ സമരം നടത്തുകയും താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളെല്ലാം കല്ലുമാല പൊട്ടിച്ച് ഒരു പ്രദേശത്ത് കൂട്ടിയിടുകയും ചെയ്യുന്ന ഒരു സമരം ആരംഭിച്ചു. അപ്പോൾ അതിന്റെ നേതൃത്വം നൽകിയതും അയ്യങ്കാളിയാണ്. ഓക്കെ, മറ്റൊരു ഓപ്ഷൻ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ വൈകുണ്ഠ സ്വാമികളാണ്. നമുക്കറിയാം കേരളത്തിലെ സമത്വ സമാജം, അതായത് എല്ലാവർക്കും ഈക്വാലിറ്റി വേണം, അതുപോലെ എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസ് ആയിരിക്കണമെന്ന് വാദിക്കുകയും അതിനുവേണ്ടി സമത്വ സമാജം അതുപോലെ സമപന്തി ഭോജനം ഒക്കെ നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്.
അദ്ദേഹം ഈ പറഞ്ഞ പോലെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വ്യക്തിയാണ്. അപ്പം ഒരേ തുല്യ നീതി എല്ലാവർക്കും വേണം എന്ന ഒരു ആശയത്തോടു കൂടിയാണ് അദ്ദേഹം സമപന്തി ഭോജനം, അതായത് സമൂഹത്തിലെ എല്ലാ ജാതിയിലും പെട്ടവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നു. അതിനാണ് സമപന്തി ഭോജനം എന്ന് പറയുന്നത്. മറ്റൊരു ഓപ്ഷൻ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ എന്നതാണ്. ഈ ചോദ്യത്തിന്റെ, അതായത് കേരളത്തിലെ അവശത അനുഭവിക്കുന്ന തന്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ ജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനാണ്. ഓക്കെ, അദ്ദേഹത്തെ പൊയ്കയിൽ അപ്പച്ചൻ എന്നും അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ പ്രക്ഷോഭങ്ങളെ അടിലഹള എന്നറിയപ്പെട്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി, ഉയർന്ന ജാതിക്കാർക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തുകയൊക്കെ ചെയ്തതുകൊണ്ട് ഉയർന്ന ജാതിക്കാർ അദ്ദേഹം എവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു അവിടെയെല്ലാം അദ്ദേഹത്തെ അടിച്ച് ഒതുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ എല്ലാ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ അദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി ഇദ്ദേഹത്തെ ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രക്ഷോഭങ്ങൾക്കെല്ലാം അടിലഹള എന്ന പേര് ലഭിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ചോദ്യത്തിന്റെ ഉത്തരം പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ എന്നാണ്. അദ്ദേഹം പൊയ്കയിൽ യോഹന്നാൻ എന്നോ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം 10 ചോദ്യങ്ങളാണ് കണ്ടത്. കേരള ചരിത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ജോഗ്രഫിയിൽ നിന്നൊക്കെ ആയിട്ട് 10 ചോദ്യങ്ങൾ. ഈ 10 ചോദ്യങ്ങളും ഇതിന് മുൻ വർഷങ്ങളിൽ PSC പരീക്ഷയ്ക്ക്, അതായത് LP UP പരീക്ഷയ്ക്കും അതുപോലെ KTET പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ചോദ്യങ്ങൾ മാത്രമല്ല ഉത്തരങ്ങളുടെ ഓരോ ഓപ്ഷൻസും ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ 10 ചോദ്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 25 ചോദ്യങ്ങൾക്കൊന്നെങ്കിലും ഉത്തരം നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ.